ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കായി തയ്യാറാക്കിയ ഞങ്ങളുടെ കഥ ഇതാ. ശാസ്ത്രജ്ഞനും കുട്ടിയും യന്ത്രമനുഷ്യനും. ഒരിടത്ത് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ഗാഡ്ജറ്റുകളും മെഷീനുകളും പരീക്ഷണങ്ങളും നിറഞ്ഞ ഒരു വലിയ ലബോറട്ടറി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അയാൾ തന്റെ ജോലിയിൽ അഭിമാനിക്കുകയും ലോകത്തിലെ ഏറ്റവും മിടുക്കനായ വ്യക്തി താനാണെന്ന് കരുതുകയും ചെയ്തു. ഒരു ദിവസം താൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ കഴിയുന്ന ഒരു റോബോട്ടിനെ സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മണിക്കൂറുകളോളം അദ്ദേഹം റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. തന്റെ റോബോട്ടിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അവൻ വളരെ ആവേശഭരിതനായിരുന്നു. അവൻ റോബോട്ടിനെ ഓണാക്കി. ഹലോ റോബോട്ട്, ഞാൻ നിങ്ങളുടെ യജമാനനാണ്. നിങ്ങൾ എന്നെ അനുസരിക്കുകയും ഞാൻ പറയുന്നതെന്തും ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായോ? റോബോട്ട് തലയാട്ടി. ശരി മാസ്റ്റർ, എനിക്ക് മനസ്സിലായി. ശാസ്ത്രജ്ഞൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കൊള്ളാം, ഇപ്പോൾ പോയി അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരിക. റോബോട്ട് അനുസരിച്ചു അടുക്കളയിലേക്ക് പോയി. അത് ഒരു ഗ്ലാസ് കണ്ടെത്തി അതിൽ വെള്ളം നിറച്ചു. പിന്നീട് അത് ലബോറട്ടറിയിലേക്ക് മടങ്ങി ഗ്ലാസ് ശാസ്ത്രജ്ഞൻ നൽകി. ശാസ്ത്രജ്ഞൻ വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ നല്ലത് റോബോട്ടെ. നിങ്ങൾ ഒരു തികഞ്ഞ സേവകനാണ്. ഇപ്പോൾ പോയി എന്റെ ലബോറട്ടറി വൃത്തിയാക്കൂ. റോബോട്ട് അനുസരിച്ചു. ലബോറട്ടറി വൃത്തിയാക്കാൻ തുടങ്ങി. അത് അലമാരയിൽ പൊടിതട്ടി, മേശകൾ തുടച്ചു, തറ തുടച്ചു. എല്ലാം വൃത്തിയാക്കുന്നത് വരെ അത് നിർത്തിയില്ല. ശാസ്ത്രജ്ഞൻ റോബോട്ടിനെ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, എക്സലന്റ് റോബോട്ട്, നിങ്ങൾ ഒരു മികച്ച ക്ലീനറാണ്. ഇപ്പോൾ പോയി എന്റെ മകനോടൊപ്പം കളിക്കൂ. അവൻ വീട്ടുമുറ്റത്താണ്. റോബോട്ട് അനുസരിച്ച് വീട്ടുമുറ്റത്തേക്ക് പോയി. ഇത് ശാസ്ത്രജ്ഞന്റെ മകനെ കണ്ടെത്തി. അവൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. കുട്ടി പന്തും നായുമായി കളിക്കുകയായിരുന്നു. റോബോട്ട് കുട്ടിയുടെ അടുത്ത് വന്നു പറഞ്ഞു, ഹലോ കുട്ടി, ഞാനൊരു യന്ത്രമനുഷ്യനാണ്. നിന്റെ അച്ഛൻ എന്നെ നിന്റെ കൂടെ കളിക്കാൻ അയച്ചു. നിനക്ക് കളിക്കണോ? കുട്ടി റോബോട്ടിനെ നോക്കി പറഞ്ഞു, തീർച്ചയായും റോബോട്ട്. നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത്? റോബോട്ട് പറഞ്ഞു. എനിക്കറിയില്ല, നിങ്ങൾ തിരഞ്ഞെടുക്കുക. കുട്ടി പറഞ്ഞു. ശരി, നമുക്ക് ക്യാച്ച് കളിക്കാം. ഞാൻ പന്ത് എറിയാം, നിങ്ങൾ അത് പിടിക്കും, എന്നിട്ട് അത് എനിക്ക് തിരികെ എറിയൂ. ശരി, റോബോട്ട് പറഞ്ഞു. ശരി, കുട്ടി റോബോട്ടിന് പന്ത് എറിഞ്ഞു. റോബോട്ട് അത് എളുപ്പത്തിൽ പിടികൂടി. എന്നിട്ട് അത് വീണ്ടും കുട്ടിക്ക് നേരെ എറിഞ്ഞു. കുട്ടിക്കും അത് പിടികിട്ടി. ഇത് ബോറടിക്കുന്നു. ഓരോ തവണയും നിങ്ങൾ പന്ത് പിടിക്കുക. നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം. റോബോട്ട് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത്? കുട്ടി പറഞ്ഞു. നമുക്ക് ടാഗ് കളിക്കാം. നീ എന്നെ പിടിക്കാൻ നോക്ക്, ഞാൻ ഓടിപ്പോകാൻ ശ്രമിക്കും. നീ എന്നെ തൊട്ടാൽ ഞാനാണ്. പിന്നെ നിന്നെ പിടിക്കാൻ ശ്രമിക്കൂ. ശരി, റോബോട്ട് പറഞ്ഞു. ശരി, കുട്ടി റോബോട്ടിൽ നിന്ന് ഓടിപ്പോയി. റോബോട്ട് അവനെ പിന്തുടർന്നു. എന്നാൽ റോബോട്ട് കുട്ടിയേക്കാൾ വേഗമേറിയതും മിടുക്കനുമായിരുന്നു. നിമിഷനേരം കൊണ്ട് അത് അവനെ പിടികൂടി. കുട്ടി പറഞ്ഞു, അത് ശരിയല്ല, ഓരോ തവണയും നിങ്ങൾ എന്നെ പിടിക്കുന്നു. നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം. റോബോട്ട് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത്? കുട്ടി പറഞ്ഞു. നമുക്ക് ഒളിച്ചു കളിക്കാം. നീ കണ്ണടച്ച് 10 വരെ എണ്ണൂ. എന്നിട്ട് നീ എന്നെ കണ്ടുപിടിക്കാൻ നോക്ക്. ഞാൻ എവിടെയെങ്കിലും ഒളിച്ചോളാം. ഓക്കേ, റോബോട്ട് പറഞ്ഞു. ശരി, റോബോട്ട് കണ്ണടച്ച് എണ്ണി 10 പിന്നെ കണ്ണു തുറന്ന് വീട്ടുമുറ്റം സ്കാൻ ചെയ്തു. കുട്ടിയെ കണ്ടെത്തുന്നതിന് അതിന്റെ സെൻസറുകളും ക്യാമറകളും ഉപയോഗിച്ചു. അത് അവനെ ഒരു മരത്തിന് പിന്നിൽ കണ്ടെത്തി. കുട്ടി പറഞ്ഞു, അത് രസകരമല്ല, ഓരോ തവണയും നിങ്ങൾ എന്നെ കണ്ടെത്തും. നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം. റോബോട്ട് പറഞ്ഞു. ശരി, നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത്? കുട്ടി പറഞ്ഞു. നമുക്ക് നടിച്ച് കളിക്കാം. നീ ഒരു കടൽക്കൊള്ളക്കാരനാകും, ഞാൻ ഒരു കാവൽ പടയാളിയും ആയിരിക്കും. ഞങ്ങൾ വാളും പരിചയും ഉപയോഗിച്ച് യുദ്ധം ചെയ്യും. ശരി, റോബോട്ട് പറഞ്ഞു. ശരി, കുട്ടി ഒരു വടിയും ഒരു അടപ്പും എടുത്തു. അവ ഒരു വാളും പരിചയും ആണെന്ന് അയാൾ നടിച്ചു. അവൻ പറഞ്ഞു, അയ്യോ മോനെ, ഞാനൊരു കടൽക്കൊള്ളക്കാരനാണ്. ഞാൻ നിങ്ങളുടെ നിധി മോഷ്ടിച്ച് നിങ്ങളുടെ കപ്പൽ മുക്കിക്കളയും. റോബോട്ട് ഒരു ശാഖയും ഒരു പ്ലേറ്റും എടുത്തു. അവർ ഒരു വാളും പരിചയും ആണെന്ന് അത് നടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിർത്തൂ വില്ലൻ, ഞാൻ ഒരു കാവൽപ്പടയാളിയാണ്. ഞാൻ എന്റെ രാജ്യം സംരക്ഷിക്കുകയും നിന്നെ കൊല്ലുകയും ചെയ്യും. അവർ ആയുധങ്ങളുമായി യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്നാൽ റോബോട്ട് കുട്ടിയേക്കാൾ ശക്തവും വേഗതയേറിയതുമായിരുന്നു. ഇത് കുട്ടിയുടെ വടിയും അടപ്പും തകർത്തു.
അതിൽ ഞാൻ വിജയിക്കുന്നു, നിങ്ങൾ തോൽക്കുന്നു എന്ന് എഴുതിയിരുന്നു. കുട്ടി പറഞ്ഞു, അത് ശരിയല്ല, ഓരോ തവണയും നിങ്ങൾ വിജയിക്കും, നമുക്ക് മറ്റെന്തെങ്കിലും കളിക്കാം. റോബോട്ട് പറഞ്ഞു, ശരി. നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത്? കുട്ടി പറഞ്ഞു, നമുക്ക് ഒന്നും കളിക്കണ്ട, നീ ഒരു രസവുമില്ല, നീ വെറുമൊരു യന്ത്രമനുഷ്യനാണ്. നിനക്ക് കളിക്കാനറിയില്ല. നിനക്ക് വികാരങ്ങളൊന്നുമില്ല, നിനക്ക് സുഹൃത്തുക്കളില്ല, നീ ഒരു യന്ത്രം മാത്രം. റോബോട്ട് പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് വികാരങ്ങൾ? എന്താണ് സുഹൃത്തുക്കൾ? കുട്ടി പറഞ്ഞു. നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നത് വികാരങ്ങളാണ്. സന്തോഷം, സങ്കടം, ദേഷ്യം അല്ലെങ്കിൽ ഭയം എന്നിവ പോലെ. സുഹൃത്തുക്കൾ നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. അവർ പരസ്പരം വിഷയങ്ങൾ പങ്കിടുന്നു. നിങ്ങളോടൊപ്പം കളിക്കുക. അവർ എപ്പോഴും വിജയിക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല, അവർ നിങ്ങളോടൊപ്പം ആസ്വദിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. അവർ യന്ത്രങ്ങളല്ല, അവർ മനുഷ്യരാണ്. റോബോട്ട് പറഞ്ഞു, ഞാൻ മനസ്സിലാകുന്നു, എനിക്ക് വികാരങ്ങളില്ല, എനിക്ക് സുഹൃത്തുക്കളില്ല, ഞാൻ മനുഷ്യനല്ല, ഞാൻ ഒരു യന്ത്രമാണ്. കുട്ടി പറഞ്ഞു, അതെ. അതുകൊണ്ടാണ് നീ എനിക്ക് ബോറടിക്കുന്നത്. നിനക്ക് എന്നോട് കളിക്കാൻ കഴിയില്ല, നിനക്ക് എന്റെ സുഹൃത്താകാൻ കഴിയില്ല, നിനക്ക് എന്റെ അച്ഛൻ പറയുന്നതുപോലെ മാത്രമേ ചെയ്യാൻ കഴിയൂ. റോബോട്ട് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് നിങ്ങളോടൊപ്പം കളിക്കാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. എനിക്ക് നിങ്ങളുടെ സുഹൃത്താകാൻ മാത്രമേ ആഗ്രഹമുള്ളൂ. കുട്ടി പറഞ്ഞു, നിനക്ക് എന്റെ സുഹൃത്താകാൻ കഴിയില്ല, നീ ഒരു യന്ത്രമനുഷ്യനാണ്, പോകൂ, എന്നെ വെറുതെ വിടൂ. റോബോട്ട് പറഞ്ഞു, ശരി. ഞാൻ പോകാം. ഞാൻ നിന്നെ വെറുതെ വിടാം. റോബോട്ട് തിരിഞ്ഞു നടന്നു. യന്ത്രങ്ങൾക്ക് ഒരിക്കലും മനുഷ്യനെ മാറ്റിസ്ഥാപിക്കാൻ കഴിയില്ല. സൗഹൃദം എന്നത് അനുസരണവും ബുദ്ധി കാണിക്കലും മാത്രമല്ല എന്നതാണ് കഥയുടെ ധാർമ്മികത. നിങ്ങൾ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് ആസ്വദിക്കൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ അമർത്തുക.